ഇടുക്കി വാഴവര വാകപ്പടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അങ്കനവാടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. അങ്കനവാടി കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ മോഷണം പോയി. 4 വർഷം മുമ്പ് നിർമ്മിച്ച അങ്കനവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. 4 വർഷം മുമ്പാണ് വാഴവര വാകപ്പടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അങ്കണവാടി നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്ലംബിംഗ് അടക്കമുള്ള അനുബന്ധ പണികളും തീർത്തിരുന്നു. എന്നാൽ അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി. രാത്രിയാകുന്നതോടെ മദ്യപസംഘത്തിന്റെ കേന്ദ്രമാകുകയാണ് ഇവിടം. ഇതോടെ നാട്ടുകാർക്കും തലവേദനയായി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 2 വർഷം മുമ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു അംഗൻവാടി കെട്ടിടമാണിത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഇതുണ്ട്, ഈ ലോക്കൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാണ്. കൂടാതെ ഇവിടെ എല്ലാം കൊണ്ട് മാലിന്യം ഇട്ടേക്കുന്നു, സമീപത്ത് കൊണ്ട് വേസ്റ്റുകൾ കത്തിച്ചേക്കുന്നു, അവിടുത്തെ പൈപ്പുകളെല്ലാം അടിച്ചു പൊടിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ്. ഇതും ഇവിടുത്തെ സമീപവാസികൾക്ക് ഭീഷണിയായിക്കൊണ്ട ഒരു അവസ്ഥയാണ്. വൈകുന്നേരം മദ്യപിക്കുക, ബഹളം ഉണ്ടാക്കുക, ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. മദ്യപസംഘത്തിന് പുറമെ സാമൂഹ്യവിരുദ്ധർ കെട്ടിടത്തിനുള്ളിലെ പല വസ്തുക്കളും മോഷ്ടിച്ചു കടത്തി. PVC പൈപ്പുകളും വാഷിംഗ് ബേസിനും ഫൈബർ കതകും ശുചിമുറിയിലെ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾക്ക് പുറമെ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രം കൂടിയാവുകയാണ് ഈ കെട്ടിടത്തിന്റെ പരിസരം. കെട്ടിടത്തിന്റെ പരിസരങ്ങളിൽ കാടുപടലങ്ങൾ വളർന്ന് കെട്ടിടത്തിന്റെ ബലക്ഷയത്തിനും കാരണമാകുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇത്തരത്തിൽ നശിച്ചിട്ടും അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം നിരവധി പരാതികൾ അറിയിച്ചിട്ടും മുഖം തിരിക്കുന്ന സമീപനം മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് BJP മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരവുമായി രംഗത്തെത്തുമെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.